ട്രെൻഡി ഗിഫ്റ്റിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് ബർത്ത്ഡേക്ക് ചെയ്യാനുള്ള ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാനും അതുപോലെ അതിലേക്ക് വെക്കാനുള്ള A4 സൈസ് ഫോട്ടോ ഫ്രെയിം എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതുമാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോണത്. അതിനു മുന്നേ എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ആക്കിയിട്ട് വരും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പിൻട്രസ്റ്റ് എന്ന ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഈ ഒരു ഫ്രെയിം ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ ബർത്ത്ഡേൻ്റെ മന്തും ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു കലണ്ടർ നമുക്ക് ആവശ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാണ് കേട്ടോ. ജൂലൈ 2025 കലണ്ടർ ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഞാൻ സെർച്ച് ചെയ്യാൻ പോണത്. കാരണം നമ്മളെ തീം ബ്ലാക്ക് ആയതുകൊണ്ട് വൈറ്റ് ടെക്സ്റ്റിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ബ്ലാക്കിൽ സെർച്ച് ചെയ്താലാണ് നമുക്ക് ആ വൈറ്റ് ടെക്സ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഞാനൊരു കലണ്ടർ ബോൾഡായിട്ട് ടെക്സ്റ്റ് വരുന്ന ഒരു കലണ്ടർ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ 3 ഡോട്ട്സ് കണ്ടു. അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഗാലറിയിലേക്ക് നേരിട്ട് വരും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടതൊരു കാർട്ടൂൺ പിക്കാണ്. മോള് പപ്പയ്ക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പപ്പയും മോളും തമ്മിലുള്ളൊരു കാർട്ടൂണാണ് കേട്ടോ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെഡ്ഡിങ്ങിന് മാരേജിനൊക്കെ ആകുമ്പോൾ കപ്പിൾസിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. കാരണം നമ്മളെ പേജ്സിൽ കൊണ്ടുവെക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷോട്ട് എന്നുള്ള ആപ്പാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതിൽ നമുക്ക് വേണ്ട ഇമേജ് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കട്ടൗട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആയി കിട്ടും. വൈറ്റ് ടെക്സ്റ്റ് മാത്രമായിട്ട് കിട്ടും. അങ്ങനെ ഞാനിതാ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച 3 ഇമേജും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയാണ് കേട്ടോ നമ്മളെ മെയിൻ സ്റ്റെപ്പ്. അപ്പോൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ക്യാൻവ തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ആക്കുന്നത്. ക്യാൻവ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ സെർച്ച് ബാർ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പേജ് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ A4 സൈസ് പേജാണ് കേട്ടോ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ A4 സൈസ് ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള പേജും ഡിസൈൻസ് ഉള്ളതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ബ്ലാങ്ക് ആയിട്ടുള്ളതാണ് ചൂസ് ചെയ്യുന്നത്. നമ്മളെ തീം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ പേജ് ഒന്ന് കളർ ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കളർ എന്നുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഗാലറി പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ള രീതിക്ക് ഞാൻ ഈ സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം കേട്ടോ. നേരിട്ട് ഗാലറിയിൽ പോകുന്നതിന് പകരം അപ്ലോഡ്സിൽ പോയിട്ട് ഫോട്ടോസ് ചൂസ് ചെയ്യാം കേട്ടോ. കാരണം ഒന്നും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും അപ്ലോഡ്സിൽ പോകുമ്പോൾ. ഫസ്റ്റ് നമ്മൾ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ക്യാൻവയിൽ അപ്ലോഡ് ചെയ്തിട്ട് വേണം അപ്ലോഡ്സിൽ പോവാൻ. മാത്രമല്ല കസ്റ്റമർ അയച്ചു തരുന്ന ഫോട്ടോസ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മളെ വർക്കൊന്നും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മാക്സിമം ക്ലാരിറ്റിയിൽ നമ്മൾ ചെയ്തെടുക്കാൻ നോക്കാം. ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മളെ രീതിക്കൊന്ന് ക്ലാരിറ്റി കൂട്ടാം കേട്ടോ. ഇനി നമുക്ക് കലണ്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുള്ള കലണ്ടർ ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ മാക്സിമം ഡ്രാഗ് ചെയ്തിട്ട് കലണ്ടർ അവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കലണ്ടറാണ് മെയിനായിട്ട് കാണേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ മാക്സിമം കലണ്ടർ ഡ്രാഗ് ചെയ്യാണ്. ഫോട്ടോസ് എന്നാലും കാണുന്നതും ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഭംഗിയുള്ള രീതിക്കൊന്ന് സെറ്റാക്കാൻ നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബർത്ത്ഡേൻ്റെ ഡേറ്റ് ഒന്ന് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഹാർട്ട് ഷേപ്പ് സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിൽ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇമോജി സെലക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഹാർട്ട് ഷേപ്പൊക്കെ സെലക്ട് ചെയ്ത് 1 എന്നുള്ള ഡേറ്റിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തൊട്ടതായ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോൺസും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ് കേട്ടോ. അതിൽ ഫോൺസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്കാക്കിയാൽ ഇഷ്ടപ്പെട്ട ഫോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞാനിവിടെ എല്ലാതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ സെറ്റ് ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം മോഡലും ബോൾഡായിട്ടുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ ബർത്ത്ഡേ കോഡ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കോഡ്സും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കോപ്പി ചെയ്തിട്ടുള്ളത് പേസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ.
പിന്നെ ഞാനിതാ അതും ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം വലുതാക്കാതെ ചെറുതാക്കിയിട്ടുള്ള രീതിക്കാണ് കേട്ടോ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേൻ്റെ കുറച്ച് ചെറിയ രീതിക്കാണ് സെറ്റ് ചെയ്യാൻ പോണത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ താഴെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടല്ലോ വൈറ്റ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ലോണം ഡ്രാഗ് ചെയ്ത് വലിയ രീതിക്ക് സെറ്റ് ചെയ്തപ്പം ബോറായി തോന്നിയോണ്ടാണ് കേട്ടോ ചെറിയ രീതിയിലാക്കി സെറ്റ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഏറ്റവും ടോപ്പിലായിട്ട് പേര് കൊടുക്കണം. പേര് പപ്പ അല്ലെങ്കിൽ ഡാഡി ഇങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. പക്ഷേ അത് രണ്ടും ഭംഗിയില്ലാത്തതുകൊണ്ട്, അതായത് നമ്മൾ ടെക്സ്റ്റ് ചെയ്തപ്പം ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ ആളെ പേര് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മാധു എന്നാണ് പേര്. അപ്പോൾ അത് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എലമെൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ലൈൻസൊക്കെ കാണാൻ പറ്റും. സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ലൈൻസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ ലൈനാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അതും വൈറ്റിൽ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ആ പേരിൻ്റെ താഴ്ഭാഗത്താക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ആ കാർട്ടൂൺ ഇമേജാണ് കേട്ടോ. അതും ഗാലറിയിൽ പോയിട്ട് ആഡ് ആക്കി കൊടുക്കുക. അതിന് ശേഷം ആ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഏറ്റവും ചെറിയ സൈസിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ശേഷം PDF സ്റ്റാൻഡേർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡായി കിട്ടും. പിന്നെ നേരെ ഷോപ്പിലോട്ട് അയച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളെ പ്രിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ബ്ലാക്ക് തീമിൽ 300 GSM പ്രിൻ്റ് എടുക്കാൻ മാക്സിമം നോക്കാം കേട്ടോ. 220 ആയാലും കുഴപ്പമില്ല, 300 GSM ആയാലും പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു GSMൽ നമ്മൾ മാക്സിമം ക്ലാരിറ്റിയിൽ പ്രിൻ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. പ്രിൻറ്റിങ് A4 ഷീറ്റിലായതുകൊണ്ട് തന്നെ എനിക്ക് കട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ വൈറ്റ് പോർഷൻ വരുന്നത് ഫ്രെയിമിൻ്റെ സൈഡിലായിട്ട് പോകും. അപ്പോൾ അതൊന്നും കട്ട് ചെയ്യാനല്ല കേട്ടോ. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഫ്രെയിമിലേക്ക് വെച്ചുകൊടുക്കാനുള്ളൂ. ഫ്രെയിമിൽ നമ്മളെ ഗ്ലാസും കാര്യങ്ങളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം സെറ്റ് ചെയ്യാൻ നോക്കുക. കാരണം അതിലെ പൊടി കാര്യങ്ങളൊക്കെ നല്ലോണം ക്ലിയർ ആയിട്ട് കാണും. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ കാണില്ല എന്നുണ്ടെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പം നമുക്ക് നല്ലോണം ക്ലിയർ ആയി കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ക്ലീൻ ചെയ്യാൻ നോക്കുക. ഈ ഒരു ഫ്രെയിം വാൾ ഹാങ്ങിങ്ങിനാണ് കേട്ടോ യൂസ് ചെയ്യാൻ പറ്റുക. പോർട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള 2 ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിൻ്റ് വെക്കുമ്പം ശ്രദ്ധിച്ച് വെക്കാൻ നോക്കുക. ഏത് ഭാഗത്താണ് ഹുക്ക് വരുന്നത് ആ രീതിക്ക് സെറ്റ് ചെയ്യാം കേട്ടോ പ്രിൻറ്റും. നെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് ടാപ്പാണ് കേട്ടോ ആവശ്യമുള്ളത്. അത് നമ്മൾ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മാത്രമല്ല കസ്റ്റമർ ഒരിക്കലും നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് യൂസ് ആക്കുന്നത്. അപ്പോൾ അത് ടാപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ഈ ചുളിവും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. നല്ല നീറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ 4 സൈഡും ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മളെ ഇൻസ്റ്റാ പേജിൻ്റെ ID കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ഞാൻ ഈ ഫ്രെയിമിൻ്റെ ബാക്കിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം നമ്മളെ കസ്റ്റമർ നമ്മളെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തുണ്ടാവും. പിന്നെ നമ്മളെ പേജ് മറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് അത് നോക്കിയാലൊക്കെ മനസ്സിലാവുമല്ലോ. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാട്ടോ. നല്ലതാണ് ഇങ്ങനെ ചെയ്യണത്. ലാസ്റ്റായിട്ട് നമ്മളെ ഫ്രെയിമിൻ്റെ 4 കോർണറിലും ഒരു കവർ ഉണ്ടാവും. അത് പീൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റിൽ നിങ്ങളിത് പീൽ ചെയ്യരുത്, കാരണം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർക്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇത് പീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഞാനിതിൽ ബ്ലാക്ക് ഫ്രെയിം യൂസ് ചെയ്യാനാട്ടോ വിചാരിച്ചത്. പക്ഷെ വൈറ്റ് യൂസ് ചെയ്തപ്പോൾ ഒന്നും കൂടെ നല്ല കോമ്പിനേഷനായിട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഷർട്ട്, പെർഫ്യൂം, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, ഗ്ലാസ്, ഇങ്ങനെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഒരു വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് ചെറിയ തെർമോക്കോളൊക്കെ വെക്കണം കേട്ടോ. കാരണം നമുക്ക് ഫ്ലവേഴ്സ് ഇതിൽ പിൻ ചെയ്ത് വെക്കുമ്പോൾ തെർമോക്കോള് വെച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും വെക്കുക. നമ്മളെ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബോക്സ് എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കണേന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ലൈറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കാമെന്ന്. അങ്ങനെ ലൈറ്റൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബോക്സിൽ.
ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്